വിവാദമായ മെത്രാൻകായൽ കടമക്കുടി നികത്തൽ ഉത്തരവുകൾ റദ്ദാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പരിസ്ഥിതി പ്രവർത്തകരും പ്രതിപക്ഷ നേതാക്കളും വ്യാപകമായ എതിർപ്പുയർത്തുകയും ഹൈക്കോടതി തീരുമാനം തടയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഉത്തരവ്. ഇന്ന് ചേർന്ന പതിവ് മന്ത്രിസഭായോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ഉത്തരവ് പിൻവലിക്കുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് യോഗത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു. മാർച്ച് 1-2 തീയതികളിലായി നടന്ന മന്ത്രിസഭാ യോഗമാണ് കുട്ടനാട്ടിലും എറണാകുളത്തും തണ്ണീർത്തട നിയമം ലംഘിച്ച നെൽവയൽ നികത്താനുള്ള വിവാദ തീരുമാനം കൈക്കൊണ്ടത്. ഔട്ട് ഓഫ് അജണ്ടയായാണ് തീരുമാനം മന്ത്രിസഭ എടുത്തത്. അപ്പർ കുട്ടനാട്ടിലെ മെത്രാൻകായലിൽ 378 ഏക്കറും എറണാകുളം കണയന്നൂർ താലൂക്കിലെ കടമക്കുടി പഞ്ചായത്തിൽ 47 ഏക്കർ നെൽവയലും നികത്താനായിരുന്നു ഉത്തരവ്. ഇതു സംബന്ധിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ബിശ്വാസ് മേത്ത ഉത്തരവിറക്കുകയും ചെയ്തു. റെക്കിൻഡോ കുമരകം റിസോർട്ട് എന്ന പദ്ധതി നടപ്പാക്കുന്നതിലേക്കായാണ് നിലം നികത്തൽ ഉത്തരവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ടൂറിസം പദ്ധതികളുടെ പേരിലായിരുന്നു അനുമതി. എന്നാൽ കാലാവധി അവസാനിക്കാനിരിക്കെ മന്ത്രിസഭ എടുത്ത തീരുമാനം വ്യാപകമായി എതിർപ്പ് ക്ഷണിച്ചു വരുത്തി. KPCC പ്രസിഡന്റ് VM സുധീരൻ തന്നെ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നു. തീരുമാനം പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടെ സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയും ഉത്തരവ് പുറപ്പെടുവിച്ചു. ഉത്തരവ് 2 മാസത്തേക്ക് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇന്നലെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതെല്ലാം പരിഗണിച്ചാണ് ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗം വിവാദ ഉത്തരവുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചത്. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് തന്നെ ഉത്തരവ് പിൻവലിക്കണമെന്ന മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.